എനിക്ക് ആദ്യം പറയാനുള്ളത്, അല്ലെങ്കിൽ ബോച്ചെ ഇപ്പം കൂടുതലും വിഷയമായിട്ടുള്ളത് നമ്മളുടെ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടാണ്. റഹീമിൻ്റെ മോചനം എന്ന് പറയുന്നത് നമ്മൾ ഒരു നാടിൻ്റെ മുഴുവൻ ഒരു ആഗ്രഹമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു. എങ്ങനെയാണ് ഈ വിഷയം ബോച്ചെ അറിയുന്നത്? ഞാൻ പതിവായി രാവിലെ പത്രപാരായണം, അതിനിടയ്ക്കാണ് ഈ റഹീമിനെ തൂക്കിക്കൊല്ലാൻ പോണ കാര്യം അറിയുന്നത്. അപ്പോൾ ചുരുങ്ങിയ സമയം അന്വേഷിച്ചപ്പോൾ 2,40,00,000 രൂപ മാത്രമേ സമാഹരിച്ചിട്ടുള്ളൂ. അപ്പോൾ റഹീമിൻ്റെ കാര്യം തീരുമാനമായി എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാനാണെങ്കിൽ കുവൈറ്റിൽ 20 വർഷം മുമ്പ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്നെ പറ്റിച്ച പാർട്ട്ണറുമായി അല്പം വഴക്കുണ്ടാക്കി ഒരെണ്ണം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കള്ളപ്പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഒരു ദിവസം കുറ്റം ചെയ്യാതെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. മുതലും നഷ്ടപ്പെട്ടു, എൻ്റെ പറ്റിക്കപ്പെട്ടു, പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം പോയിരുന്നു. വല്ലാത്ത വേദന തോന്നി. ആ അനുഭവം ഉള്ളതുകൊണ്ട് കുറ്റം ചെയ്യാത്ത ഒരു വ്യക്തി 18 വർഷം, അതും ഗൾഫ് ജയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗൾഫിൽ പോണവർക്കൊക്കെ അറിയാം, അത് വല്ലാത്തൊരവസ്ഥ. ഓരോ ദിവസവും മരണം മുന്നിൽ കണ്ട് കുറ്റം ചെയ്യാത്തൊരാളുടെ അവസ്ഥ ചിന്തിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ തല അറക്കാൻ പാടില്ല. ഇറങ്ങാൻ നോക്കിയപ്പോൾ ഒരുപാട് പേര് പിന്തിരിപ്പിച്ചു. 34 കോടി രൂപയാണ്. കാരണം ആരും കാര്യമായിട്ട് സഹകരിക്കില്ല, ഇത്ര വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട്. 1-2 കോടിയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഒറ്റയ്ക്കെടുക്കാനും ഒക്കെ ആയിട്ട്. എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസ് വെച്ച് ഒരു നല്ല കാര്യത്തിനല്ലേ, മോശം വരില്ല. മലയാളികൾ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെളി വാരി തേക്കും, ചെളി വാരി എറിയും, അത്യാവശ്യം പാരവെപ്പും ഇതൊക്കെ ഉണ്ടെങ്കിലും ബുദ്ധി കൂടിയ മലയാളികളാണ് ഒക്കെ ആണെങ്കിലും നമ്മുടെ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി ഒരു മലയാളീനെ അറക്കാൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ വികാരം മാറി. അവിടെ ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി കക്ഷി രാഷ്ട്രീയമൊക്കെ അപ്പുറത്ത് ആയിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നതാണ്. അതുകൊണ്ട് ബിഗ് സല്യൂട്ട് ടു മലയാളീസ്. Yes, a big salute to Malayalis and of course to Boche. ലോകത്തിന് തന്നെ മാതൃകയായി ഒരുപാട് രാജ്യങ്ങൾക്ക് മലയാളി, കേരളം മാതൃകയായി കഴിഞ്ഞിരിക്കുകയാണ്. റഹീമിൻ്റെ മോചനത്തിന് എനിക്ക് തോന്നുന്നു 2 ദിവസം മുൻപ് വരെ 34 കോടിയുടെ സ്ഥാനത്ത് നമുക്ക് 18 കോടി രൂപ മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ ശരിക്കും തോന്നിയത്? എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും, എങ്ങനെയാണ് തോന്നിയത്? ഞാൻ ശരിക്കും റഹീമിൻ്റെ അവസ്ഥയിൽ തന്നെ ആയി മാറി. കാരണം കുറച്ച് ദിവസം മുമ്പ് വരെ ഒരു 10 കോടിയുടെ വ്യത്യാസം വന്നു. പിന്നെ അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, ഇനി വന്നാൽ മാക്സിമം 10 കോടി നമ്മൾ എടുക്കണം. എന്തായാലും ഇതിൽ ഇറങ്ങി, ഇനിയിപ്പോൾ എത്ര വന്നാലും അതെടുത്ത്, അല്ലാണ്ട് ഞാൻ ഇറങ്ങി ഇനി 10 കോടി കിട്ടിയില്ല, ഞാൻ 1 കോടിയെ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇനി ഒരാളെ കൊല്ലാൻ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും തീരുമാനിച്ചു കുറവ് വന്ന് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ഈ ബിരിയാണി ചലഞ്ചൊക്കെ കോവിഡ് സമയത്ത് നടത്തിയിട്ട് ഒരുപാട് പൈസ കിട്ടി. അങ്ങനെ ഒരു ഐഡിയ യാത്രയിൽ പറഞ്ഞു തന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഈ മാസം അവസാനം ബോച്ചെ ടീ ലോഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ മാത്രം പെട്ടെന്ന് 15-ാം തീയതിക്ക് വെച്ചു. ബോച്ചെ ടീ ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച്. അതായത് 40 രൂപയുടെ ഓരോ പാക്കറ്റ് ബോച്ചെ ടീ വാങ്ങുമ്പോൾ ഒരു ലക്കി ഡ്രോ കൂപ്പൺ കിട്ടും. ദിവസേന രാത്രി 10:30 നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും ഒരു ഭാഗ്യവാന് 10 ലക്ഷം, പിന്നെ 13,704 പേർക്ക് മറ്റ് ക്യാഷ് പ്രൈസുകൾ 25,000, 15,000 അങ്ങനെയൊക്കെ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതൊരു സെയിൽസ് പ്രൊമോഷനും കൂടിയായിട്ടുള്ളൊരു സാധനമായതുകൊണ്ട് 15-ാം തീയതി വിൽക്കുന്ന ചായയുടെ മൊത്തം കളക്ഷൻ അബ്ദുറഹീം തിരിച്ചു വരുമ്പോൾ, ഇനി ഇവിടെ വന്നിട്ട് പഴയ പോലെ ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും കാലം പാവം ജയിലിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ. അപ്പോൾ ഒരു ബോച്ചെ ടീ ഷോറൂം സൗജന്യമായി ഇട്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി ആ ചാലഞ്ച് നടത്തി. ഇവിടെയും ഉണ്ടാവും ഒരുപാട് പേര്
ബോച്ചേട്ടി വാങ്ങി ആ ചലഞ്ച്, ബോച്ചേട്ടി ചലഞ്ച് വിജയിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ അബ്ദുറഹീം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഉമ്മയ്ക്കും ഇനി സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനത്തിലെത്തിയ ബോച്ചേട്ടി ചാലഞ്ചിൽ പങ്കെടുത്ത വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയാം. അതിൻ്റെ പ്രൈസും അടിച്ചു. ഒരു മാവേലിക്കരയുള്ള ശ്രീദേവിക്കാണ് 10 ലക്ഷം അടിച്ചത്. പിന്നെ ഇന്നലെ ഒരു നേഴ്സിന്, കാനഡയിലുള്ള ഒരു മലയാളി അങ്കമാലിയുള്ള നേഴ്സിന് അടിച്ചു. പിന്നെ ഒരുപാട് 13,000 പേർക്ക് ഡെയിലി ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു ടേണിംഗ് പോയിന്റിലൂടെ എത്തിച്ചേർന്നു എന്നതാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ ഞാനിപ്പോൾ എൻ്റെ 3ാമത്തെ സംഭവമാണ്. അതായത് ഈ 812 കിലോമീറ്റർ ഓടാൻ കാസർഗോഡ് ടു ട്രിവാൻഡ്രം, അപ്പോഴും പലരും പറഞ്ഞു ഇതൊന്നും ഓടിയെത്തില്ല എന്ന്. പക്ഷെ നമ്മളൊരു ആത്മവിശ്വാസത്തിൽ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു ഓടിയെത്തി. അതുപോലെ ഇതും പറഞ്ഞു. പക്ഷെ നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി, നല്ല മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ധൈര്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ അതങ്ങോട്ട് നടക്കും.